എറണാകുളം കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡും പരിസര പ്രദേശങ്ങളും സന്ദർശിച്ച ശേഷമായിരുന്നു നടപടി. എറണാകുളം കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിലെ വെള്ളക്കെട്ടിന് താൽക്കാലിക പരിഹാരം കാണുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. നിലവിലെ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിന് ഐഐടിയിലെ എഞ്ചിനീയർമാരോട് പഠനം നടത്താൻ ആവശ്യപ്പെടുമെന്നും പ്രായോഗിക പ്രശ്നപരിഹാരത്തിനാണ് ശ്രമമെന്നും മന്ത്രി പറഞ്ഞു. കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡും പരിസര പ്രദേശങ്ങളും സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ വരുന്ന വെള്ളത്തെ എങ്ങോട്ട് പമ്പ് ചെയ്ത് കളയുന്നതാണ്. അങ്ങനെ ചുറ്റുപാടും വെള്ളം പൊങ്ങുകയാണ്. ഈ ബസ് സ്റ്റേഷൻ മാത്രമല്ല, തോടുകൾ, തൊട്ടടുത്തുള്ള തോടുകളും റോഡും എല്ലാം, അടുത്ത് കിടക്കുന്ന സ്റ്റേഡിയവും എല്ലാം വെള്ളത്തിൽ പൊങ്ങുകയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്നുള്ള കാര്യത്തിലാണ് നമ്മളൊരു ആലോചന നടത്തണം. കെ.എസ്.ആർ.ടി.സിയുടെ CMDയും മറ്റ് ഒരു എഞ്ചിനീയറിംഗ് ടീമും ഇരുന്നിട്ട് പ്രാക്ടിക്കലായിട്ടുള്ളൊരു പരിഷ്കാരം. നിലവിൽ കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിലെ പ്രശ്നങ്ങൾ അതിസങ്കീർണമാണ്. ശാശ്വത പരിഹാരത്തിന് വളരെ ചെലവ് വരും. താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ സ്റ്റാൻഡിന് മുൻവശത്തെ തോട്ടിൽ നിന്നും വെള്ളം കയറാതിരിക്കാൻ 3 അടിയോളം ഉയരത്തിൽ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കും. കൂടാതെ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള വെള്ളം ഒഴുക്കിക്കളയുന്നതിന് റെയിൽവേ ലൈനിന്റെ അടിയിലൂടെ പൈപ്പ് സ്ഥാപിക്കുന്നതിന് റെയിൽവേയുമായി ആലോചിച്ച് നടപടി സ്വീകരിക്കും. എത്രത്തോളം പരിഹാരം കാണാനാകുമെന്ന് നിലവിൽ പറയാൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു. തോടിൻ്റെ കരയ്ക്കുന്ന വെള്ളം ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി അവിടെ നമ്മളൊരു 3 അടി 4 അടി പൊക്കത്തിൽ ഒരു കോൺക്രീറ്റ് വാള് സിംഗിൾ ബ്ലോക്കായിട്ട് പണി. അപ്പോൾ വെള്ളം ഇങ്ങോട്ട് തള്ളിക്കയറുന്നതിൻ്റെ ഒരു ശല്യം ഒഴിവായി കിട്ടും. അപ്പോൾ അവിടെ നിന്ന് വെള്ളം കയറാതാക്കാം. ഇനി പിന്നെ റോഡിൽ നിന്ന് വെള്ളം വരുന്നതാണ്. അതെങ്ങനെയാണെന്നുള്ള കാര്യം പരിശോധിച്ചു. പിന്നെ അവിടെ വീഴുന്ന വെള്ളം, അവിടുത്തെ കോൺക്രീറ്റ് മുറ്റത്ത് വീഴുന്ന വെള്ളം, ബിൽഡിങ്ങിൽ വീഴുന്ന വെള്ളം, ഇത് റെയിൻ വാട്ടർ എല്ലാം കൊണ്ട് ഇങ്ങോട്ട് കളയാം എന്നുള്ളതാണ്. പക്ഷേ അത് കളഞ്ഞാലാണ് റെയിൽവേ ട്രാക്കിനടി കൂടി ഒരു പെർമിഷന് വേണ്ടി ചോദിക്കാം എന്ന് പറയുന്നത്. അവിടെ കൾവെട്ടുണ്ട്, കൾവെട്ടടി കൂടെ ഒരു വലിയ പൈപ്പ് പോകണം എന്ന് മാത്രമേ ഉള്ളൂ. MP ഹൈബി ഈഡൻ, MLA TJ വിനോദ്, ജില്ലാ കളക്ടർ NSK ഉമേഷ്, ജില്ലാ വികസന സമിതി കമ്മീഷണർ MS മാധവിക്കുട്ടി, കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറി V ചെൽസാസിനി, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR റനീഷ്, മറ്റ് ജനപ്രതിനിധികൾ, സംഘടനാ പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ഫുഡ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? എന്നാൽ നമുക്ക് കുറച്ച് വെറൈറ്റി ഫുഡ് കഴിച്ചാലോ? ഷാക്ക്, ബുസായി ബീഫ്, ഫിറ, കസാവ എന്നിങ്ങനെ 40ഓളം സോൾ സ്പെഷ്യൽ ഡിഷസ്. മാത്രമല്ല, നാടൻ വേണ്ടവർക്ക് നാടൻ, ചൈനീസ് വേണ്ടവർക്ക് ചൈനീസ്, അറബിക്ക് വേണ്ടവർക്ക് അറബിക്. സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപടി ആൻഡ് പനമ്പള്ളി നഗർ.